ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ പോവുകയാണ്. എണ്ണ അടിക്കട്ടെ വെച്ചിട്ട് നമ്മൾ പെട്രോൾ പമ്പ് കയറിയിരിക്കണം. ഇടക്കാണ് ഇവരുടെ ഷൂട്ട്. റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഗായ്സ്. ഞങ്ങളങ്ങനെ തമിഴ്നാട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴ പെയ്യാതിരുന്നാൽ രക്ഷപ്പെട്ടു. കോയമ്പത്തൂരെത്തി പോണ വഴിക്ക് നമ്മളൊരു ചെങ്കോട്ട പോലൊരു സ്ഥലം കണ്ടു. എന്താണെന്നറിയില്ല. അപ്പം മനസ്സിലങ്ങനെ നേരെ ഇങ്ങോട്ട് വണ്ടി വിട്ടു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് പോയി നോക്കാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കോയമ്പത്തൂർ വരാറ്. ഇതാരാണ്? മദാം ഇംഗ്ലീഷുകാരിയോ? അതെ, ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണി മൊത്തത്തിൽ കഴിഞ്ഞിട്ടില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ അടിപൊളിയുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. എന്ത് രസമാണ് കാണാമെന്നറിയോ. പുതുതായി വന്ന എന്തോ ഒരു സംഭവമാണ്. പക്ഷെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ജസ്റ്റ് നമുക്ക് വന്ന് എടുക്കുകയൊക്കെ ചെയ്യാം. உங்களை அன்புடன் வரவேற்கிறது சுதந்திர போராட்ட வீரர்களின் புகழ்பெற்ற காட்சி கூட்டம் செல்லும் வழி. ചെങ്കോട്ട ഇതിനെന്താ പറയാണാവോ? മനസ്സിലോ? പക്ഷെ നമുക്ക് തമിഴ് വായിക്കറിയണ്ടേ? ആ, ഇംഗ്ലീഷ് എനിക്കറിയണ്ടേ. മലയാളം വലുതുണ്ടെങ്കിൽ നോക്കാൻ പറ്റുമോ? ഈ ഡോറ് നോക്കി, എന്തൊരു വലിപ്പം നോക്ക്. അമ്മാതിരി വലിപ്പമുള്ള ഡോറ്. ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കട്ടെ എന്താ അവസ്ഥ എന്ന്. പണി ഫുള്ളായി കഴിഞ്ഞിട്ടില്ല. ആഹാ, പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആരുമില്ല. അങ്ങനെ ഉദ്ഘാടനം കഴിയുന്ന മുന്നേ, ഇതിൻ്റെ പണി കഴിയുന്ന മുന്നേ ശബ്ദക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും ഗായ്സ്. എന്താലേ, ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവർ ഇതിൻ്റെ ഉള്ളിൽ കയറ്റുന്നു വിചാരിച്ചില്ല കേട്ടോ. സത്യം ഇംഗ്ലീഷും വായിക്കാറിൻ്റെ വായിച്ചോ എനിക്കറിയില്ല. ഓക്കെ, എന്തൊക്കെയാണ് ഇതിൽ എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ഡോറ് തുറന്നിട്ടുണ്ട്. വാവ്, ആഹാ, ഇത് സൂപ്പറായി ഉണ്ടല്ലോ. ഐഷ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്ത് രസമാണ് കാണാൻ നോക്ക്. പൊളിച്ചു ഗൈസ്. നമ്മുടെ ടിപ്പു സുൽത്താന് അങ്ങനെ കുറേ ആൾക്കാരില്ല. അവരുടെയൊക്കെ കുറേ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. ഇരിക്കാനുള്ള ചെയറുകളൊക്കെ ഉണ്ടോ? നന്നായി. ഇനിയിപ്പോൾ എന്ത് പരിപാടികളാണെങ്കിലും ഓഗസ്റ്റ് 15 അങ്ങനെ എന്ത് പരിപാടി വേണമെങ്കിലും നമുക്കൊക്കെ നടത്താം. അങ്ങനെ ആ പരിപാടികളൊക്കെ നടത്തുകയും ചെയ്യാമല്ലേ. മ്യൂസിയമാണ് കേട്ടോ സംഭവം. സൂപ്പറായിട്ടുണ്ട്. ഇതുണ്ടോ? ഇതാ നമ്മളെ ഇത്. പിന്നെ ആരാ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതാ സൂപ്പറായിട്ടില്ലേ? ഇത് ഭംഗിയാന്നറിയോ? വേറെ ലെവലാണ് കേട്ടോ. എന്താണ് സംഭവം എന്നറിയില്ല. ആരുടെ ഏതെന്ന് അറിയില്ല. ഇതുണ്ടോ? തമിഴാണ്. ഇതാ ഷൂ എഴുതിയിട്ട് പക്ഷെ നമുക്ക് വായിക്കറിയില്ല. പിന്നെ അതുപോലെ കുട്ടി ട്രെയിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ടില്ലേ? ഇല്ലെങ്കിൽ വേണ്ട. ഇതാരാ പോണ്? അങ്ങനെ ഞങ്ങൾ പോയ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. വീഡിയോസും ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു. എന്തായാലും പോണവർ അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇങ്ങനൊരു സംഭവം കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സത്യം പറഞ്ഞത് കണ്ടപ്പോഴല്ലോ ഭയങ്കര സന്തോഷം. എന്തൊരു സ്വാതന്ത്ര്യ സമര സേനാനികളിലെ ഒരുപാട് പേരുടെ ഫോട്ടോസ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് അറിയാൻ വേണ്ടിയിട്ടും കൂടി അതെന്തായാലും നല്ലൊരു കാര്യമായി. സ്റ്റെപ്പ് കയറി നമ്മൾ ഇവിടേക്ക് വരണം ഗൈസ്. എന്നുണ്ടോ? ഇതെന്തൊക്കെയാണ്? ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ അറിയാത്തൊന്നും പറയില്ലൊക്കെ വയ്യ പൊടത്തരം പറയുന്നത് കൊണ്ടാണ്. ഇതെന്താ ചർക്ക സംഭവമല്ലേ? ഗാന്ധിജിയുടെ എന്നുണ്ടോ നൂൽക്കുന്ന സംഭവമല്ലേ? നന്നായി ഉണ്ടല്ലേ? സൂപ്പറായിട്ടില്ലേ? ഇത് ചർക്ക നെയ്യണ സ്ത്രീ നൂല് നെയ്തും കൊണ്ടിരിക്കുകയാണ്. എന്ത് വലിയ നൂലല്ലേ സംഭവം. എന്തായാലും സൂപ്പറായിട്ട് കേട്ടോ. മാത്രമായിട്ടൊരു വ്ളോഗ് ഇടണം. നല്ല രസമാണ്. എന്തോരം ആൾക്കാരുടെ അല്ലേ, എത്ര പേരാണെന്നറിയോ?
നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാട്ടതാവും. മൈക്ക് വെച്ച് നമുക്കിവിടെ സംസാരിക്കാം. ഓഫ്, എൻ്റെ ഒരു ഭാഗ്യം കണ്ടോ, എന്നെ ഗസ്റ്റായി വിളിച്ചിരിക്കാൻ ഗൈസ്. എല്ലാവരും വരും. ഞാൻ ഉത്തരവാദിത്തമുള്ള കാര്യം ഞാൻ നേരത്തെ വന്നു. അപ്പോൾ എന്നോട് 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞിട്ട് എന്ത് പറയും? എൻ്റെ വള കണ്ടോ, വള വള വള. എന്തോ ഭാഗ്യം കൊണ്ട് ഇങ്ങോട്ട് കയറാൻ പറ്റി. അങ്ങനെ ഇതൊന്നും എടുക്കാനില്ല. തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇംഗ്ലീഷുകാരി ആയിട്ടാണ് വരുന്നത് കണ്ടോ. നല്ല രസമുണ്ട്. ഇഷ്ടാത്ത ഡ്രസ്സ് അടിപൊളിയുണ്ട്. ഓ, ഇപ്പം ഞാനും ഒരു ഇംഗ്ലീഷുകാരിയായി. ആ, കുറച്ച് ലുക്കൊക്കെ ഉണ്ടല്ലേ തൊപ്പി വെച്ചപ്പോൾ. അല്ല, ഞാൻ ഇതെടുക്കാൻ വേണ്ടിയിട്ട്, അല്ല ഞാൻ ഇതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ ടിപ്പു സുൽത്താൻ അവരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, പക്ഷെ തമിഴിലാണ്. രക്ഷയില്ല, വായിക്കൊന്നും അറിയില്ല. ടിപ്പു സുൽത്താൻ എഴുതിയപ്പോൾ പിന്നെ ആ മമ്മി തമിഴ് വായിക്കേ. റാണി വേലു നാച്ചിയാർ കണ്ടോ. അങ്ങനെ ഒരുപാട് പേരുടെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഒരുപാട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്താ സ്വാതന്ത്ര്യം, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനുള്ള ധീര വനിതകളും യുവാക്കളും അവരുടെ. ആ പോലീസുകാരൻ ജയിലിലിട്ട് ചവിട്ടിയത് കൊണ്ട് പറയുന്ന കേക്ക് ചവിട്ടിയത് കൊണ്ട് ഗാന്ധിജി ആ ചങ്ങായിക്ക് പുതിയൊരു ഷൂ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട്, ഗാന്ധിജി ഉണ്ടാക്കിയതല്ല, കൈ കൊണ്ട് ഉണ്ടാക്കിയത് കൊടുപ്പിച്ചതാണ് ഗിഫ്റ്റ് ആയിട്ട് ഗാന്ധിജി. உங்களை அன்புடன் வரவேற்கிறது சுதந்திர போராட்ட வீரர்களின் புகழ்பெற்ற காட்சி கூட்டம். தயவு செய்து உங்களது കളനികളെ ഇங்கே വിടവും. ആ, മമ്മി എങ്ങനെ തമിഴ് വായിച്ചു. നമ്മളിങ്ങനെ ബബ്ബ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തമിഴെങ്ങനെ വായിക്കുക വെച്ചിട്ട്. എന്നാലും സ്ഥലം പൊളിച്ചു കേട്ടോ. കോയമ്പത്തൂർ വരുന്നവരുണ്ടെങ്കിൽ വരിക, വീഡിയോ എടുക്കുക, ഷോർട്സ് എടുക്കുക, അപ്ലോഡ് ചെയ്യുക. സംഭവം പൊളിച്ചു. ഇപ്പം ആരും വരരുത് കേട്ടോ. ഒരുപാട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണി കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ വന്നാൽ മതി. അപ്പോൾ വരുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഓടി മരിച്ചിട്ട് വരേണ്ട കാര്യമില്ല. ചുമ്മാ അതിൻ്റെ ഉള്ളിൽ കയറി കിടന്ന് വട്ടത്തിരിഞ്ഞിട്ട് കാര്യമല്ലോ. റഷ്താത്ത നടന്ന് ക്ഷീണിച്ച് റഷ്താത്ത ഒരു ഭാഗത്ത് നിന്നു. നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മഴ ഉണ്ടാവുമെന്ന് വിചാരിച്ചത്. നോക്കുമ്പോൾ എന്തോ കുറച്ച് ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട്. വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. സ്ഥലം സൂപ്പറായിട്ടുണ്ട്. പക്ഷെ പണി കഴിഞ്ഞിട്ടില്ല. അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് വന്നു എന്ന് ആരും പറയരുത്. എങ്ങനെയും ഇനിയും ഒരു അതെ 5-6 മാസം എങ്ങനെയും പോരെങ്കിലേ ഉള്ളൂ പണി. എടുത്തെടുത്തെടുത്ത് ഫുള്ളെടുത്തില്ലേ ഇത് മമ്മി? ഫുള്ളെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മാത്രമായിട്ടൊരു വ്ളോഗ് ഇടാം. എന്താ ഡോറൊരു വലുപ്പല്ലേ. എന്തായാലും നമ്മളവിടെ എത്തുമ്പോഴേക്ക് നേരം വഴുകുള്ളൂ. അതാണ് അവന് വേഗം വാ പറയണതേ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. എന്നെ ആ ചക്രം പിടിച്ചാട്ട്. ആയി റഷ്താത്ത നല്ല ഭംഗിയായിട്ട് ചുരിദാർ സൂപ്പറായി. ഹോയ് ബേബി ബൈ. പേര് പറഞ്ഞു. എന്താ പേര്? പേര് എന്താ പേരെന്താ? ഇഷ്മിത മണ്ടോൾ. മിഠായി വേണം, മിഠായി. അതാ മിഠായി കൊണ്ടുവരണ്ടി. പോയിക്കോ. പോയിക്കോ. ബൈ. എന്ത് രസമാണീ കാറ്റ്, തമിഴ്നാടൻ കാറ്റ്. അയ്യേ, വെള്ളമായി പുല്ലിൽ മൊത്തം വെള്ളം. അങ്ങനെ നമ്മുടെ ചെങ്കോട്ടൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. ഞാനും റഷ്താത്തിയും മമ്മിയും അസിമോളും മനസ്സിലും കൂടിയിട്ടാണ് പോയത്. എന്തായാലും നല്ല യാത്രയായിരുന്നു. കോയമ്പത്തൂർ പോയതാണ്. ഞാൻ പറഞ്ഞത് പോണ വഴിക്കാണ് കണ്ടത്.
എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ സ്വന്തം ഷംന ലക്കിടി. ഓക്കെ, ബൈ.